ഗുന്തറിന്റെ വില്ലത്തരം അടിപൊളിയായി വരുന്നുണ്ട്. ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഏജ് സ്റ്റൈൽസിന്റെ മ്യൂസിക് വീണ്ടും പ്ലേ ചെയ്യുകയുണ്ടായി. റിട്ടയർ ചെയ്ത ഏജ് സ്റ്റൈൽസ് തിരിച്ചു വരികയാണെന്ന് വിചാരിച്ച് ഫാൻസ് മുഴുവൻ ആഘോഷത്തിലായിരുന്നു. പക്ഷേ ഏജ് വരുന്ന അതേപോലെ തന്നെ ഗുന്തർ വരികയുണ്ടായി. ഫാൻസ് മുഴുവൻ കൂവി വിളിക്കുകയായിരുന്നു. ഗുന്തർ പണ്ട് ടാപ്പ് ഔട്ട് ചെയ്തതിനെ കുറിച്ചും പിന്നെ കുറച്ച് തെറികളുമായിരുന്നു ഗുന്തറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വന്നുകൊണ്ട് ഗോൾബർഗും ജോൺസിനെയും പഠിച്ച അതേ പാഠം ഞാൻ ഏജ് സ്റ്റൈൽസിനെയും പഠിപ്പിച്ചിട്ടുണ്ട്. റിംഗ് ജനറലിനെതിരെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ അവസാനിച്ചിരിക്കും എന്നുള്ളതും കൂടി ഗുന്തർ അവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ തന്നെ ഏജ് സ്റ്റൈൽസിന്റെ ഇതിന് മുൻപേ ഉണ്ടായിരുന്ന ടാഗ് ടീം പാർട്ണറായിട്ടുള്ള ഡ്രാഗൺ ലീ ഓടി വന്നുകൊണ്ട് ഗുന്തറിനെ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് റിംഗ് സൈഡിലെത്തി അവിടെ നിന്നും അറ്റാക്ക് ചെയ്തു. പക്ഷേ റിംഗ് ബെൽ എടുത്തുകൊണ്ട് ഗുന്തർ ഡ്രാഗൺ ലീയെ അടിച്ചിട്ടു. എന്നിട്ട് പുറത്ത് വെച്ച് സ്ലീപ്പർ ഹോൾഡിലൂടെ ഡ്രാഗൺ ലീയുടെ ബോധം കെടുത്തുകയുണ്ടായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഡ്രാഗൺ ലീ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് പോവുകയുണ്ടായി. എന്നാൽ ഗുന്തർ അവിടെ നിർത്തിയില്ല. അദ്ദേഹം ഡ്രാഗൺ ലീയുടെ കഴുത്ത് ഞെരിച്ച് റോപ്പിന്റെ പുറത്തുകൂടെ തന്റെ കയ്യിൽ ഡ്രാഗൺ ലീയെ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു, ഡ്രാഗൺ ലീയുടെ ബോധം പോകുന്നത് വരെ. ഇനി ഇതേ ഒരു ഫോർമാറ്റിൽ ഗുന്തറിനെ കാണിക്കുകയാണെങ്കിൽ കിഡിലൻ ക്യാരക്ടറായിട്ട് ഗുന്തർ മാറുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഡ്രാഗൺ ലീയുമായിട്ടുള്ള ഈ ഒരു ഫ്യൂഡ് അവസാനിക്കുന്നത് റൈ മിസ്റ്റീരിയോയിൽ ആവാതിരുന്നാൽ മതിയായിരുന്നു.